നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഗവർണറെ പിടിച്ച് മൂക്കിൽ കയറ്റുമെന്നാണ് ഭീഷണി. ഞൊട്ടും. എന്താ മന്ത്രിനി, നേരം വെളുത്തപ്പോൾ ഗവർണർ ആവിയായി പോയോ? ഗവർണറെ ഒന്ന് വിരട്ടാൻ പിണറായി രംഗത്തിറക്കിയ മന്ത്രി ചിഞ്ചു റാണി ജീവനും കൊണ്ട് ഓടിയിട്ടുണ്ട്. മന്ത്രിക്കെതിരെ വലിയ വിമർശനമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥി മരിച്ചതിലല്ല മന്ത്രിക്ക് പൊള്ളിയത്, VC-യെ സസ്പെൻഡ് ചെയ്തതിലായിരുന്നു. സർക്കാരിനോട് ആലോചിക്കാതെ ഗവർണർ സ്വന്തം ഇഷ്ടത്തിന് തീരുമാനമെടുത്തു. ഇത് ഞങ്ങൾ അംഗീകരിക്കില്ലെന്നായിരുന്നു മന്ത്രിയുടെ പ്രസ്താവന. ഇതിന് മന്ത്രിക്ക് മറുപടി കൊടുത്തത് മലയാളികളാണ്. കോളേജിൽ ഒരു വിദ്യാർത്ഥി മരിച്ചിട്ട് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി മിണ്ടിയില്ല. ആ വീട്ടിലൊന്നും പോയില്ല, ഒരു നടപടിയെടുത്തില്ല. നട്ടലുള്ളവർ നടപടിയെടുത്തപ്പോൾ പൊള്ളിയിട്ട് കാര്യമില്ല. ഗവർണറെ ചോദ്യം ചെയ്യാൻ ചിഞ്ചു റാണിക്ക് എന്താണ് അധികാരം? ഞങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കരുതെന്ന് മലയാളികൾ എടുത്തിട്ടലക്കി. ജനങ്ങൾ ഇടഞ്ഞതോടെ മന്ത്രി മാളത്തിൽ കയറി ഒളിച്ചിട്ടുണ്ട്. ഗവർണർക്കെതിരെ രണ്ട് പറയണം, പക്ഷെ നേരിട്ട് രംഗത്ത് വരാൻ വയ്യ പിണറായിക്ക്. അതിനാണ് മന്ത്രി ചിഞ്ചു റാണിയെ കളത്തിലിറക്കി രണ്ട് ഡയലോഗ് അടിപ്പിച്ചത്. ഡയലോഗ് അടിച്ച ചിഞ്ചു റാണി എയറിലാണ്. വലിയ വിമർശനമാണ് മന്ത്രിക്ക് നേരെ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ജീവൻ പൊലിഞ്ഞതിൽ നിങ്ങൾക്ക് പ്രശ്നമില്ലേ എന്നാണ് മന്ത്രിക്ക് നേരെ വന്ന ചോദ്യം. വെറ്റിനറി സർവകലാശാല വൈസ് ചാൻസലറെ സസ്പെൻഡ് ചെയ്ത ഗവർണറുടെ നടപടി ശരിയായില്ലെന്ന് മന്ത്രി ചിഞ്ചു റാണി പറഞ്ഞത്. സർക്കാരുമായോ വകുപ്പുമായോ ഒരു തരത്തിലും ആലോചിക്കാതെയാണ് ഗവർണർ പെട്ടെന്ന് ഈ തീരുമാനമെടുത്തത്. അതുകൊണ്ട് തന്നെ ഈ നടപടി ഒരിക്കലും അംഗീകരിക്കില്ല എന്നാണ് മന്ത്രി പ്രതികരിച്ചത്. തിരികെ ഗവർണറിന് പ്രതികരിക്കേണ്ടി വന്നില്ല. മലയാളി കണക്കിന് കൊടുത്തു. VC-യെ സസ്പെൻഡ് ചെയ്യാൻ അധികാരമുള്ളയാളാണ് ചാൻസലർ. കൃത്യമായ നടപടി ഉണ്ടാകാത്തതിനാലും കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കാത്തതുകൊണ്ടുമാണ് ഗവർണർക്ക് ഇടപെടേണ്ടി വന്നതും നടപടിയെടുക്കേണ്ടി വന്നതും. അത് സർക്കാരിന്റെ പിടിപ്പുകേടാണ്. സിദ്ധാർത്ഥ് മരിച്ചിട്ട് എത്ര ദിവസങ്ങൾ കഴിഞ്ഞു? സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്താണ് നടപടി ഉണ്ടായത്? മുഖ്യമന്ത്രി പ്രതികരിച്ചില്ല. അപ്പോഴൊന്നും പ്രതികരിക്കാത്തവരാണ് VC-യെ സസ്പെൻഡ് ചെയ്തതിൽ പൊള്ളി രംഗത്ത് വന്നിരിക്കുന്നത്. ഉളുപ്പുണ്ടോ എന്നാണ് മലയാളി രോഷത്തോടെ ചോദിച്ചത്. കുട്ടികൾ തമ്മിലുള്ള പ്രശ്നമായിരുന്നു കോളേജിൽ നടന്നത്. അതെന്താണെന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ടെന്ന മുട്ടാപ്പോക്ക് ന്യായമാണ് ചിഞ്ചു റാണി നിരത്തിയത്. ഏതായാലും ചിഞ്ചു റാണിക്ക് വയറു നിറയെ കിട്ടിയിട്ടുണ്ട്. വിമർശിക്കാനെങ്കിലും മന്ത്രി രംഗത്ത് വന്നത് നന്നായി. കാരണം കേരളത്തിൽ ഇങ്ങനെ ഒരു മന്ത്രി ഉണ്ടെന്ന് ഇടയ്ക്കിടെ അറിയിക്കുന്നത് നല്ലതാ. മിണ്ടാട്ടം മുട്ടി ക്ലിഫ് ഹൗസിലിരിക്കുന്ന ആ വാഴപ്പിണ്ടിയോട് ഇനി വാ തുറക്കരുതെന്ന് പറഞ്ഞേക്കണമെന്നും ചിഞ്ചു റാണിക്ക് മലയാളികളുടെ ഉപദേശം. പിണറായി ഇതുവരെ പ്രതികരിക്കാത്തതോടെ രോഷം അണ പൊട്ടുകയാണ്. SFI ചെറ്റകളെ സംരക്ഷിക്കാനുള്ള പഴുതു നോക്കുകയല്ലേ എന്നാണ് ചോദ്യം വരുന്നത്. ഇപ്പോൾ ചിഞ്ചു റാണിയെ ഇറക്കിയതുപോലെ ഓരോരുത്തരെയായി പിണറായി വിജയൻ ന്യായീകരിക്കാൻ ഇറക്കും. എങ്ങനെയെങ്കിലും വെളുപ്പിച്ചല്ലേ പറ്റൂ. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ സിദ്ധാർത്ഥ് വിഷയം വലിയ തിരിച്ചടിയാണ്. സംഭവം ഗവർണർ ഏറ്റെടുത്തതോടെ CPM-ന് മൂട്ടിൽ തീ പിടിച്ചിരിക്കുകയാണ്. ചിഞ്ചു റാണിക്ക് കിട്ടിയ അടി മൊത്തം CPM-ന് മൊത്തത്തിലുള്ളതാണ്. വീതിച്ചെടുത്തോ. പിന്നെ VC-യെ സസ്പെൻഡ് ചെയ്തപ്പോൾ പൊള്ളിയ ചിഞ്ചു റാണി അറിയാൻ. VC-യെ സസ്പെൻഡ് ചെയ്യുകയല്ല, സർവീസിൽ ഇരുത്തരുത്, തൂക്കി പുറത്തിടണം. കാരണം അമ്മാതിരി പണിയാണ് VC കാണിച്ചത്. സിദ്ധാർത്ഥന്റെ മൃതശരീരം സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിയിൽ കിടക്കുമ്പോൾ മാനേജ്മെന്റ് കൗൺസിൽ തിരഞ്ഞെടുപ്പ് പിടിക്കാൻ തട്ടിക്കൂട്ടിയ അഭിമുഖ മാമാങ്കത്തിന്റെ തിരക്കിലായിരുന്നു വെറ്റിനറി സർവകലാശാല വൈസ് ചാൻസലർ. ഒരു നടപടിയും എടുക്കാതെ SFI-യെ ഊരിയെടുക്കാനുള്ള ഓട്ടത്തിലായിരുന്നു മൂപ്പര്. സത്യങ്ങൾ ഓരോന്നായി പുറത്തു വരുമ്പോൾ SFI-ക്കാരേക്കാൾ വലിയ ക്രിമിനലാണ് ഈ VC-യും ഡീനും എന്നൊക്കെ വ്യക്തമാകുകയാണ്. അസിസ്റ്റന്റ് പ്രൊഫസർമാർ മുതൽ പ്രൊഫസർമാർ വരെയുള്ള 100-ലധികം അധ്യാപകരുടെ സ്ഥാനക്കയറ്റത്തിനായി 19 മുതൽ 21 വരെ വെറ്റിനറി കോളേജിൽ കരിയർ അഡ്വാൻസ് സ്കീം അഭിമുഖം നടത്തിയിരുന്നു. 18-ന് ഉച്ച മുതൽ വൈസ് ചാൻസലർ ഡോക്ടർ MR ശശീന്ദ്രനാഥ് ക്യാമ്പസിലുണ്ട്. 21-ന് അഭിമുഖം കഴിഞ്ഞ് സ്ഥലം വിട്ട VC പിന്നീട് പൂക്കോട്ടേക്ക് വന്നതേയില്ല. ഇത്രയേറെ വിവാദമായ സംഭവമായിട്ടും ഇടപെട്ടില്ല. മാത്രമല്ല 3 ദിവസവും കോളേജിലെ അധ്യാപകർ ഉൾപ്പെടെയുള്ള മുഴുവൻ ജീവനക്കാരെയും അഭിമുഖത്തിന് വരുന്നവരെ സ്വീകരിക്കാനും അവർക്ക് ഹോട്ടൽ സൗകര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരുക്കാനും നിയോഗിച്ചു. എല്ലാവരും ഇതിന് പിന്നാലെ ആയതോടെ ആത്മഹത്യക്ക് കാരണമായ വിഷയമറിയാൻ ആരും മുതിർന്നതുമില്ല. സർവകലാശാല VC-യും രജിസ്ട്രാറും ഉൾപ്പെടെയുള്ളവർ അഭിമുഖത്തിനാണ് പ്രാധാന്യം നൽകിയത്. 19-ന് കോളേജിൽ സിദ്ധാർത്ഥന്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോൾ മൃതദേഹത്തിൽ റീത്ത് സമർപ്പിക്കുക മാത്രമാണ് ചെയ്തതെന്നാണ് അദ്ദേഹത്തിനും സർവകലാശാല രജിസ്ട്രാർക്കുമെതിരെ ഉയരുന്ന വിമർശനം. ഗവർണർ സസ്പെൻഡ് ചെയ്ത ശേഷമാണ് സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതികരിക്കാൻ പോലും VC തയ്യാറായത്.
ഫെബ്രുവരി 22-ന് മാനേജ്മെന്റ് കൗൺസിൽ തിരഞ്ഞെടുപ്പ് തീരുമാനിച്ചതാണ്. പക്ഷേ അഭിമുഖം നടത്താൻ വേണ്ടി തിരഞ്ഞെടുപ്പ് 27-ലേക്ക് മാറ്റി. അഭിമുഖം നടത്തിയ അധ്യാപകരുടെ സ്ഥാനക്കയറ്റം തീരുമാനിച്ചു കഴിഞ്ഞാൽ മാനേജ്മെന്റ് കൗൺസിൽ പിടിച്ചടക്കാമെന്ന് തന്നെയാണ് ഈ അസ്വാഭാവികമായ തിരക്ക് കൂട്ടലിന് കാരണമെന്ന് ഒരു വിഭാഗം ജീവനക്കാർ ആരോപിക്കുന്നു. 27-ന് നടന്ന മാനേജ്മെന്റ് കൗൺസിൽ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സംഘടനകളാണ് വിജയിച്ചത്. മാനേജ്മെന്റ് കൗൺസിൽ പിടിച്ചടക്കാൻ 156 അധ്യാപക തസ്തികകൾ കൃത്രിമമായി സൃഷ്ടിച്ചുകൊണ്ട് സർവകലാശാല വിജ്ഞാപനമിറക്കിയത് നേരത്തെ വിവാദമുയർത്തിയിരുന്നു. ഇത്തരത്തിൽ കോളേജ് അധികൃതരും മാനേജ്മെന്റും ഉൾപ്പെടെ വലിയ രീതിയിലുള്ള ക്രിമിനൽ സ്വഭാവം കാണിച്ചവരാണ്. സിദ്ധാർത്ഥന്റെ മരണത്തിന് ശേഷവും ഒരു തരി അനുകമ്പയോ സഹതാപമോ ഇല്ലാതെ പ്രവർത്തിച്ചവരാണ്. ഇവരെ സസ്പെൻഡ് ചെയ്തതിനാണ് സർക്കാരിലെ പല മന്ത്രിമാർക്കും പൊള്ളുന്നത്. ഗവർണർ കൃത്യമായ നടപടിയാണ് സ്വീകരിച്ചത്. ഒരു സസ്പെൻഷനിൽ ഇത് ഒതുങ്ങരുത്. VC-യും ഡീനും ഒക്കെ ഇതിൽ പ്രതികളാണ്. എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.